ഹായ് നമസ്കാരം, എല്ലാവർക്കും ഈ കാർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ കാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഈ കാർട്ടിൽ സൗജന്യമായി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ കാർട്ട് രജിസ്ട്രേഷൻ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്യാം. നമുക്ക് 4 തരത്തിലുള്ള വരുമാനങ്ങൾ ഈ കാർട്ടിൽ ഉണ്ട്. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ അതിനകത്ത് യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യാം. അതല്ലാത്തത് ആണെങ്കിൽ താഴെ സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആ പേജിനകത്ത് നിങ്ങളുടെ പേര്, ഇമെയിൽ ID, ഫോൺ നമ്പർ, പിന്നെ പാസ്വേഡ് ഒരു 5 അക്ക നമ്പറും ഒരു 2 അക്ക ആൽഫബറ്റിക്കും കൂടെ കൊടുത്ത് അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ടച്ച് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ യൂസർ ID പാസ്വേഡ് ലഭിക്കും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ രജിസ്റ്റർ ചെയ്തത് കാരണം ഇതിനകത്ത് ഞാനിപ്പോൾ ലോഗിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. സൗജന്യമായി രജിസ്റ്റർ ചെയ്തിട്ട് 4 തരത്തിലുള്ള വരുമാനങ്ങൾ. ഓക്കെ, ഇപ്പോൾ ആ 4 തരത്തിലുള്ള വരുമാനങ്ങളിൽ ആദ്യത്തെ വരുമാനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസാണ്. അതായത് മാർക്കറ്റ് വിലയേക്കാളും 50% മുതൽ 70% വരെ നമുക്കിതിനകത്ത് വില കുറച്ച് നമുക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു വമ്പൻ ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ID ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ID ഞാൻ ലോഗിൻ ചെയ്തിട്ട് ഇതൊരു ഫ്രീ മെമ്പർഷിപ്പുള്ള ഒരു ID ആണ്. ഈ IDക്കകത്ത് നമുക്ക് 4 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒന്ന് ഇപേ, രണ്ടാമത്തെ വ്യൂ പോയിൻറ്റ്സ്, മൂന്നാമത്തെ സിലോബി പോയിൻറ്റ്, നാലാമത്തെ ഇപേ പോയിൻറ്റ്, സ്പിൻ ചെയ്യുന്ന പോയിൻറ്റ്. ഈ 4 ഓപ്ഷൻസ് ആയിരിക്കും ഒരു ഫ്രീ മെമ്പർക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് ഫ്രീ മെമ്പർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് പ്രീമിയം വേണേൽ ചെയ്യാം. നിങ്ങൾക്ക് അപ്ഗ്രേഡ് ടു പ്രീമിയം ചെയ്യണമെങ്കിൽ ഒരുപാട് തരത്തിലുള്ള വരുമാനങ്ങൾ കിട്ടും നിങ്ങൾക്ക്. അതല്ല നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഇതിൽ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ 4 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് നോർമലി ഒരു ഫ്രീ മെമ്പർ, അതായത് ബേസിക്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ബേസിക് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ ഉള്ളത്. ബേസിക് മെമ്പർഷിപ്പ്. ഈ ബേസിക് മെമ്പർഷിപ്പിനാണ് ഈ 4 തരത്തിലുള്ള വാലറ്റുകൾ ഷോ ചെയ്യുന്നത്. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ താഴെ കാണാം ഓരോ ഇപേയിലെ ബാലൻസ്, ലെവൽ പോയിൻറ്റ്, സ്റ്റാർ പോയിൻറ്റ്, ക്രെഡിറ്റ് പോയിൻറ്റ്, വ്യൂ പോയിൻറ്റ്, സിലോബി പോയിൻറ്റ്, ഇപിൻ പോയിൻറ്റ് എന്നിങ്ങനെ ഒരുപാട് തരത്തിലുള്ള പോയിൻറ്റ്സുകൾ ഇവിടെ ഷോ ചെയ്യും. പ്രീമിയം സർവീസ് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. പ്ലാൻ എന്ന് പറയുന്ന ഭാഗത്ത് പ്രീമിയം സർവീസ്, അതായത് 250 പ്ലസ് 45 രൂപ GST കൂടെ ചേർത്ത് 295 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം സർവീസ് ആക്ടിവേഷൻ ചെയ്യാം. പ്രീമിയം സർവീസ് ആക്ടിവേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം 11ഓളം സർവീസുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും വളരെ ഏണിങ്സ് എടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ പ്രീമിയം സർവീസ്. അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മൾ നേരെ മുകളിൽ ഇവിടെ ഒരു കാർട്ടിൻ്റെ ഒരു ചിഹ്നം ഇവിടെ കാണാവുന്നതാണ്. ഈ കാർട്ടിൻ്റെ ചിഹ്നത്തിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യാം. കാർട്ട് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും കാർട്ടിൻ്റെ പ്രോഡക്റ്റ്സുകൾക്ക് ഇവിടെ കാണാം. ഒരുപാട് പ്രോഡക്റ്റ്സുകൾ ഇതിനകത്തുണ്ട്. അതിൽ ഞാനിപ്പോൾ ഇന്ന് വാങ്ങാൻ പോകുന്ന ഇന്നത്തെ ഏറ്റവും അടിപൊളി ഒരു ഓഫർ എന്ന് പറയുന്നത് ഇവിടെ 5 ഡിഫറെൻറ്റ് അൽ അബീറിൻ്റെ 5 ഡിഫറെൻറ്റ് ഫ്രേഗ്രൻസസ് ആണ്. 5 തരത്തിലുള്ള ഫ്രേഗ്രൻസസ് നമുക്ക് 1375 രൂപ വിലയുള്ള ഈ ഫ്രേഗ്രൻസ് ആണ് നമുക്ക് വെറും 500 രൂപയ്ക്ക് ലഭിക്കും. ഈ ഫ്രേഗ്രൻസ് നമുക്ക് വാങ്ങാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ടച്ച് ചെയ്തു. ഇതിനകത്ത് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ബൈ നൗ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യും. ബൈ നൗ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എൻ്റെ അഡ്രസ്സ് ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. ഈ അഡ്രസ്സിൻ്റെ ഭാഗത്ത് അഥവാ നിങ്ങൾക്ക് അഡ്രസ്സ് ഇതിനകത്ത് ഫിൽ അല്ല എന്നുണ്ടെങ്കിൽ മുകളിൽ ഷിപ്പിംഗ് അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ മുകളിലുണ്ട്. ആഡ് ന്യൂ, പുതിയ ഷിപ്പിംഗ് അഡ്രസ്സ് ആഡ് ചെയ്യാനായിട്ടാണ്. അതിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നെയിം ഓഫ് പേഴ്സൺ, ഹൗസ് നമ്പർ, ബിൽഡിംഗ് നമ്പർ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, പോസ്റ്റ്, ലാൻഡ്മാർക്ക്, മൊബൈൽ നമ്പർ, ഹോം നമ്പർ, ഇത് ഇത്രയും കൊടുത്ത് നമ്മൾ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് പോലെ ഇവിടെ കാണിക്കും. നമ്മൾ അഡ്രസ്സ് കാണിക്കും. അപ്പോൾ അഡ്രസ്സ് കാണിക്കുന്ന സമയത്ത് നമ്മൾ അഡ്രസ്സിൻ്റെ ആ ഒരു കോർണറിൽ തന്നെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, ചെറിയൊരു റൗണ്ട് ഉണ്ട്. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ അത് അവിടെ അത്രയും സെലക്ട് ആവും. അതിനുശേഷം നമ്മൾ താഴെ ഇവിടെ സെലക്ട് പർച്ചേസ് ടൈപ്പ് എന്ന് പറയുന്നൊരു ഭാഗം ഇവിടെ കാണുന്നുണ്ട്. അവിടെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപേ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഇപേ വേണമെങ്കിൽ ഇപേ സെലക്ട് ചെയ്യാം. അതല്ല ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിയിൽ സെലക്ട് കൊടുക്കുകയാണ്. സെലക്ട് കൊടുത്തു, പ്രൊസീഡ്, താഴെ പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുന്നു. അപ്പോൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്, 50 രൂപ വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം ദ ഇപേ വാലറ്റ് ആസ് എ COD ചാർജ്. അതായത് ക്യാഷ് ഓൺ ഡെലിവറിയുടെ ചാർജാണ് 50 രൂപ. ഈ 50 രൂപ നമ്മുടെ ഇപേ വാലറ്റ് എന്ന് പറയുന്ന വാലറ്റിനകത്ത് ഉണ്ടായിരിക്കണം. പ്രോഡക്റ്റ് പ്രൈസ് ഈസ് 500 ആൻഡ് വിൽ ബി പേ ദ റിമൈനിങ് 450 അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. അപ്പോൾ നിങ്ങൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ
പ്രോഡക്റ്റ് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 450 രൂപ നിങ്ങൾ ആ പോസ്റ്റ്മാൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കയ്യിലോട്ട് കിട്ടും. ഇതാണ്. അപ്പോൾ ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുമ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് ഓർഡർ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് നമുക്ക് ഓർഡർ പ്ലേസ് ആവും. ഓർഡർ പ്ലേസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നുണ്ട്. ഇതാ ഇവിടെ ഓർഡർ പ്ലേസ് ആയിട്ടുള്ള 5 ഡിഫറൻറ്റ് അൽ അബീർ കോംബോ വന്നിട്ടുണ്ട്. COD ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ സ്റ്റാറ്റസ് ഓർഡർ ഓൺ പ്രോസസ്സിങ്, അതായത് അവിടെ അഡ്മിൻ പരിശോധിച്ചിട്ട് നമുക്ക് അതിനുള്ള പ്രോസസ്സിങ് ഇവിടെ കാണിക്കും. ഇതാണ് ഒന്നാമത്തെ രീതി. അതല്ല, നമുക്ക് പ്രോഡക്റ്റ് അല്ലാതെ നമുക്കിപ്പോൾ ഫുൾ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് വാങ്ങാനാണെങ്കിൽ നമ്മൾ ആദ്യം പോകേണ്ടത് എവിടെയാണ്? നമ്മുടെ ഹോം പേജിൽ പോകുക. ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് പേയ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് ഇതിനകത്ത് എനിക്ക് ചെയ്യേണ്ട വന്നിട്ടില്ല. അതല്ല, നിങ്ങളുടെ കയ്യിൽ ഇവിടെ 0 ആണ്, ഇ-പേ എന്ന് പറയുന്ന ഭാഗത്ത് 0 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പപ്പ് എന്ന് പറയുന്ന ഭാഗത്തോട്ടൊന്ന് ടച്ച് ചെയ്യാം. ടോപ്പപ്പ് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത് അത് ജസ്റ്റ് ടച്ച് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ 500 രൂപയാണ് വേണ്ടത്. അപ്പോൾ 500 എന്ന് ടൈപ്പ് ചെയ്യാം. 500 ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിച്ച് മെസ്സേജ് വരും. അതിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നേരെ നമ്മുടെ UPI പേയ്മെൻറ്റ് മെത്തേഡിലോട്ട് പോകും. അതിനുശേഷം ഇവിടെ താഴെ പേ നൗ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. പേ നൗ എന്ന് കൊടുക്കുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിനകത്തുള്ള പേയ്മെൻറ്റിൻ്റെ ആപ്പുകൾ ഇവിടെ വരും. ഈ പേയ്മെൻറ്റ് ആപ്പുകൾ വന്നിട്ട് ഇവിടെ GPay ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫോൺ പേ ഉള്ളവർക്ക് ഫോൺ പേ കൊടുക്കാം, ഗൂഗിൾ പേ ഉള്ളവർക്ക് ഗൂഗിൾ പേ കൊടുക്കാം. അപ്പോൾ ഞാൻ ഗൂഗിൾ പേ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ബ്ലാങ്ക് സ്ക്രീൻ ആയിരിക്കും. അത് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗൂഗിൾ പേ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ആവില്ല. ഓക്കെ, ഞാനങ്ങനെ ഗൂഗിൾ പേ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ആവുകയും നമ്മുടെ ഗൂഗിൾ പേയുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരല്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വന്നൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 10-40 സെക്കൻഡ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് ഇ-പേ വാലറ്റ് റീചാർജ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വരും. അതുവരെ നമ്മളിതിങ്ങനെ ഈ സ്ക്രീനിൽ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കൊന്നും അടിക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പച്ച കളറിൽ ഇവിടെ ഇ-പേ വാലറ്റ് റീചാർജ് സക്സസ്ഫുള്ളി പെയ്ഡ് 300 രൂപ. അപ്പം 500 റുപ്പീസ് ആഡ് ആയി കഴിയുമ്പോൾ നമ്മൾ നേരെ വീണ്ടും കാർട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് പ്രോഡക്റ്റാണ് വേണ്ടത് നേരത്തെ പോയതുപോലെ തന്നെ പ്രോഡക്റ്റിൽ പോയി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് കാണിക്കും. ക്വാണ്ടിറ്റി 1 1375 രൂപയുള്ള ഈ 5 പ്രോഡക്റ്റുകൾ വെറും 500 രൂപയ്ക്കാണ് നമുക്ക് തരുന്നത്. അത് വളരെ ഏകദേശം 60-70% ബെനിഫിറ്റാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബൈനോ കൊടുക്കുന്നു. ബൈനോ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ അഡ്രസ്സിൽ ടച്ച് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ സെലക്ട് പർച്ചേസ് ടൈപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി ഇ-പേയിൽ ടോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വെച്ചതിനകത്ത് നമുക്ക് ഇ-പേക്കകത്ത് നമ്മൾ സെലക്ട് കൊടുത്ത് ഇ-പേ ആണ് സെലക്ട് ആയിരിക്കുന്നത്. അപ്പോൾ പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുന്നു. അപ്പോൾ 500 രൂപ ടോട്ടൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഇ-പേയിൽ നിന്ന് 500 രൂപ കട്ടാകും എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കാം. സെയിം നമ്മൾ നേരത്തെ പോലെ തന്നെ ഓർഡർ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു വരും. ഓക്കെ കൊടുക്കുക. അപ്പോഴത്തേക്കും നേരെ നമ്മുടെ ഓർഡർ ഡീറ്റെയിൽസിനകത്ത് ഈ സാധനം പർച്ചേസ് ആയതിൻ്റെ ഒരു ഡീറ്റെയിൽ ഇവിടെ വരും. അപ്പോൾ ഞാൻ നേരത്തെ കൊടുത്ത ഒരെണ്ണം ഇവിടെ വന്നിട്ടുണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി. അതുകൂടാതെ ഞാനിപ്പോൾ ഇ-പേ വാലറ്റിലെ പർച്ചേസ് ആയിട്ടാണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഈ പർച്ചേസ് ടൈപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് പർച്ചേസ് ടൈപ്പ് ഇ-പേ വാലറ്റ് പർച്ചേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പം അടിപൊളി പ്രോഡക്റ്റുകൾ വളരെ മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം 60-70% ലാഭത്തിൽ നമുക്കിതിൽ നിന്ന് വാങ്ങാനായിട്ട് പറ്റും. പിന്നെ അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിൽ പ്രോഡക്റ്റുകളുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ചെറിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ എന്ത് തരം പ്രോഡക്റ്റുകളും ഈ കാർട്ടിലൂടെ തന്നെ നമുക്ക് വിൽപ്പന നടത്താനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ റീസെല്ലറായി ഇപ്പോൾ ഒരു ബേസിക് മെമ്പർഷിപ്പായ ഒരാൾക്ക് ഒരു പ്രീമിയം സർവീസ് ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ഇതിനകത്തൂടെ അപ്ലോഡ് ചെയ്ത് നമ്മൾ സൈറ്റിലൂടെ വിൽക്കാം. നമുക്ക് ഒരു എക്സ്ട്രാ ചാർജസും ഇല്ലാതെ വെറും 2% ബെനിഫിറ്റ് നിങ്ങൾ ഈ കാർട്ടിലൂടെ വിൽക്കപ്പെടുന്ന പ്രോഡക്റ്റുകളുടെ വെറും 2% മാത്രമായിരിക്കും കമ്പനിക്ക് നൽകേണ്ടതുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് മറ്റ് പ്ലാറ്റ്ഫോമുകൾ വാങ്ങുന്ന ഒരു തരത്തിലുള്ള എക്സ്ട്രാ ചാർജസുകളോ ഡെപ്പോസിറ്റുകളോ ഒന്നും ആവശ്യമില്ലാതെ വളരെ സാധാരണക്കാരുടെ ഏത് തരം പ്രോഡക്റ്റുകളും നമുക്ക് ഇതിനകത്തൂടെ വിൽപ്പന നടത്താനുള്ള ഒരു സംവിധാനമുണ്ട്. അത് പ്രയോജനപ്പെടുത്തുക. അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് വരുന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാം. മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഗെയിമുകളുണ്ട്. സിലോബി ഗെയിം എന്ന് പറയുന്ന ഒരു ഗെയിമുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ സ്പിൻ എന്ന് പറയുന്ന ഒരു ഗെയിമുണ്ട്. ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഇതിലൂടെ ഡെയിലി ചെറിയ രീതിയിൽ ഏണിങ്സ് എടുക്കുകയും ആ എടുത്ത ഏണിങ്സ് വെച്ച് നമുക്ക് പ്രോഡക്റ്റ് വാങ്ങുകയും ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരുന്നവരെയും ടിൽ ദെൻ ബൈ.